ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നങ്കേറിയാണ് കേട്ടോ. നല്ല തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെച്ച നങ്കേറിയാണ്. അപ്പൊ അതിനുള്ള അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പ് തിളച്ചൊന്നും പറ്റി വന്നതിന് ശേഷം മാത്രമേ നങ്കിടാവുള്ളൂ. നങ്കിനൊക്കെ കുറച്ച് വേവ് മാത്രം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പൊ നമ്മുടെ അരപ്പെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയൊക്കെ നേരത്തെ നങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നങ്കൊന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അരപ്പിനകത്ത് നമ്മൾ സാധാ എല്ലാം ചേർക്കുന്ന പോലെ അരപ്പ്, തേങ്ങയും മുളകും മഞ്ഞപ്പൊടിയും കൂടെ അരച്ച് അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, കുറച്ചുള്ളി ഇതെല്ലാം കൂടി ഇട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് നങ്കിടുന്നത്. നങ്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറ്റി വരണം. തിളച്ചൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ നങ്ക് കറി അങ്ങനെ റെഡിയാവും. ഈ നങ്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഒരു തിളയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് നങ്കേറി റെഡിയാകുകയും ചെയ്യും. ഇത് അധികം വേവില്ലാത്തത് കൊണ്ടാണ് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നങ്കേറി ഏകദേശം 3/4% പറ്റിക്കഴിഞ്ഞിട്ടാണ് ഞാൻ നങ്കിട്ട് കൊടുത്തത്. അപ്പൊ അതിന്റെ കൂടെ നമുക്കിന്ന് മത്തങ്ങയും പയറും കൂടെ ഒന്ന് വെക്കണം. മത്തങ്ങയും പയറും കൂടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഓരോ നാട്ടിലും മത്തങ്ങ പല പല രീതിയിലാണ് വെക്കുന്നത്. മത്തങ്ങ എരിശ്ശേരി എന്ന് പറയും. പക്ഷെ എരിശ്ശേരിക്ക് നമ്മൾ സാധാരണ രീതിയിലുള്ളത് തേങ്ങയും മുളകും എല്ലാം കൂടെ വറുത്ത് അതിലേക്ക് വേവിച്ച് മത്തങ്ങയിലേക്ക് പയറിലേക്ക് ഇടുമ്പോഴാണ് എരിശ്ശേരി ആകുന്നത്. പക്ഷെ ഈ ചേർത്തലക്കാരുടെ നാട്ടിൽ വന്നതിന് ശേഷം മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുന്നത് നമ്മൾ അവിയലൊക്കെ വെക്കുന്ന അതേ രീതിക്ക് വെക്കുന്നൊരു കറിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നങ്കറിയൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നങ്കറി അങ്ങനെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നോക്കിയേ, നല്ല കളറൊക്കെ ഇല്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ. അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം കേട്ടോ, സപ്പോർട്ടൊക്കെ ചെയ്യണേ എല്ലാവരും. അപ്പൊ നമ്മളൊരു കുക്കർ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വൻപയർ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വൻപയർ കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പയർ വേവാനുള്ള വെള്ളം വേണ്ടേ, അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പയറിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ കറിപ്പാത്രമൊക്കെ ഇല്ലേ, അതിലേക്ക് ഞാൻ മത്തങ്ങ ഇറക്കി വെച്ചിട്ടാണ്, ആ പാത്രം കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് മത്തങ്ങ വേവിക്കുന്നത്. അപ്പൊ മത്തങ്ങ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ട, ഈ കുക്കറിൽ തന്നെ ഇരുന്ന് വെന്തുടഞ്ഞു പോകാതിരിക്കും. പയറിന്റെ കൂടെ നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ മത്തങ്ങ പെട്ടെന്ന് ഉടഞ്ഞ് വെള്ളം പോലെ ആയിപ്പോകും. പയറിന് ഇച്ചിരി വേവുള്ളതല്ലേ, അപ്പൊ നമ്മൾ 3-4 ഫിസിലൊക്കെ കേൾപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. രണ്ടും കൂടെ നമുക്ക് ഒരുപോലെ വെന്തും കിട്ടും. പണി എളുപ്പമാകും, ഗ്യാസ് ലാഭം. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ നമ്മുടെ നങ്കേറിയെല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നങ്ക് എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു മീനാണ് കേട്ടോ. ഇവിടെ ഇടക്കിടക്ക് വാങ്ങിക്കാറുണ്ട്. കൂടുതലും വാങ്ങിക്കുന്നത് ചൂരയാണെങ്കിലും നങ്ക് എനിക്ക് ഇഷ്ടമായതുകൊണ്ടും എൻ്റെ മോനും ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. നമ്മുടെ നങ്ക് കറിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ അടുപ്പിലേക്ക് തന്നെ നമ്മൾ കുക്കറിലേക്ക് മത്തങ്ങയും പയറും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ അരപ്പും കൂടി എടുക്കുകയാണ്. ഒരു 2 ചുവന്നുള്ളി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് നല്ല ജീരകം, അതും കൂടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അരച്ചെല്ലാം ഒന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ, ഒരുപാട് അരക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നങ്ക് കറി വെച്ചതിന്റെ ബാക്കിയില്ലേ, കുറച്ച് നങ്ക് വറക്കാൻ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. മോന് നങ്ക് വറുത്തതാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് കുറച്ച് നങ്ക് വറക്കാൻ കൂടെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടാണ് നങ്ക് വറുക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നങ്ക് ഇട്ട് കൊടുക്കാവേ.
നമ്മൾ നങ്കിലേക്ക് നല്ല മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ വേണം നമുക്ക് നങ്കിട്ട് കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ മറക്കല്ല കേട്ടോ, എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ വെക്കുന്ന കറിക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ കറിയൊക്കെ വെക്കുന്നത്. ഇനി കുറച്ച് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിച്ചതും കുറച്ചിവിടെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിച്ചതും ഒക്കെ കൂടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കറി വെക്കുന്നത് കേട്ടോ. കൂടുതലും അമ്മയുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. നമ്മൾ കൂടുതൽ നാള് വീട്ടിൽ നിന്ന കാരണം എല്ലാ മക്കളും അങ്ങനെയല്ലേ, പെൺപിള്ളേരാകുമ്പോഴത്തേക്ക് സാധാരണ കറികളെല്ലാം അമ്മമാരുടെ കണ്ടിട്ടായിരിക്കും പഠിക്കുന്നത്. എന്നുവെച്ചാൽ പെൺപിള്ളേർ പൊതുവെ 10-20-25 വയസ്സിനുള്ളിലൊക്കെ ആയിരിക്കും കല്യാണമൊക്കെ കഴിക്കുന്നത്. അപ്പം നമ്മൾ അത്രയും നാൾ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്ന കാരണം അമ്മമാരുടെ ഇത് കണ്ടായിരിക്കും പഠിക്കുന്നത്. ഞങ്ങളുടെ മത്തങ്ങയും പയറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. മത്തങ്ങ ഉടയാതെയൊക്കെ നമുക്ക് കിട്ടി. പയറെന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പൊ വേറൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ തിളയ്ക്കണ്ടേ. മറക്കരുത് കേട്ടോ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ചുവന്നുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളക്, കടുക് തിളയ്ക്കാൻ ആവശ്യമായ വറ്റൽമുളകും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം നമുക്കതിലേക്ക് മത്തങ്ങയും പയറും കൂടി ഇട്ട് കൊടുക്കാൻ. കുറച്ച് കറിവേപ്പില, നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് കൂടിയിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് മത്തങ്ങ ഇട്ട് വൻപയറും ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിയുമ്പോൾ അങ്ങനെ നമ്മുടെ മത്തങ്ങയും വൻപയറും കറി അങ്ങനെ സെറ്റായി. നോക്കിക്കേ, നിങ്ങൾ ഇങ്ങനെയാണോ കറി വെക്കുന്നത് മത്തങ്ങയും പയറും? അപ്പൊ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ നങ്ക് വറുത്തതും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് നങ്ക് വറുത്തതും നങ്ക് കറിയും മത്തങ്ങയും പയറും കൂടെ വെച്ചതും കൂടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റ, ബൈ ബൈ, സീ യു.